മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ആ മന്ത്രസിദ്ധി ഉണ്ടാകുമോ എന്നാണ്. വളരെ ലളിതമാണ് ഉത്തരം. മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് എന്താണ്? നാം വെറുതെ ഒരു ശബ്ദമുണ്ടാക്കലല്ലോ. അതിനൊരു ആന്തരികമായ അർത്ഥമുണ്ട്. അത് ഏത് ഭാഷയിലുള്ളതാണെങ്കിലും അതിലൊരു ഇൻറ്റൻഷൻ ഉണ്ട്, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? നമുക്ക് ആ ഇൻറ്റൻഷൻ മനസ്സിലാവാതെ വെറുതെ എവിടെ നിന്നെങ്കിലും ഒരു മന്ത്രം കാണാപാഠം പഠിച്ച് ചാൻറ്റ് ചെയ്താൽ അതിന് ഗുണമുണ്ടാവുമോ എന്നുള്ളതാണ്. ആക്ച്വലി നമുക്കതിൻ്റെ അർത്ഥം അറിയണം. അറ്റ്ലീസ്റ്റ് ഇത് ചാൻറ്റ് ചെയ്യുന്ന ആൾക്കറിയില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറായിരിക്കുന്ന മന്ത്രം സ്വീകരിക്കുന്ന ആൾക്കെങ്കിലും അതിൻ്റെ അർത്ഥം അറിയാതെ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ബലസിദ്ധിയെക്കുറിച്ചുള്ള ബോധമെങ്കിലും ഉണ്ടാകണം. ഇത് നമ്മുടെ തോട്ടിൻ്റെ പവറും കൂടെയാണ്. ഈ ചാൻറ്റിങ്ങിൻ്റെ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഈസ് വെരി ഗുഡ്. അത് ശരി തന്നെയാണ്. ആ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി സൗണ്ട് ഗുണം തന്നെയാണ്. മറിച്ച് നാം വെറുതെ ഒരു മന്ത്രം ചാൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ബലപ്രാപ്തിയും ഉണ്ടാകുന്നില്ല. കേൾക്കുന്ന ആൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും അത് എന്തിനു വേണ്ടിയാണോ നമുക്ക് വേണ്ടി ചാൻറ്റ് ചെയ്യുന്നത്, ഒരു കാർമ്മികൻ അത് ചാൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ദോഷങ്ങൾ പരിഹരിക്കപ്പെടാനോ, അല്ലെങ്കിൽ അത് ശക്തി ആർജിച്ച് ചില കാര്യങ്ങൾ നടക്കുന്നതിനോ, നന്മയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനോ വേണ്ടിയാണ് അത് എന്നുള്ള ബോധതലം കേൾക്കുന്ന ആളിലും ഉണ്ടായിരിക്കണം, ചാൻറ്റ് ചെയ്യുന്ന ആളിലും ഉണ്ടായിരിക്കണം. പൊതുവേ മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി, അർത്ഥസിദ്ധിയൊക്കെ അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും. ഇപ്പോൾ ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ ഗായത്രി മന്ത്രത്തിൻ്റെ ഉള്ളിൽ പറയുന്ന വാക്കുകൾ സംസ്കൃതത്തിലാണോ, ഇംഗ്ലീഷിലാണോ, തമിഴിലാണോ, മലയാളത്തിലാണോ, ഹിന്ദിയിലാണോ എന്നുള്ളതല്ല. എന്ത് കാര്യമാണ് സൂര്യഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. 3 ലോകങ്ങൾക്കും അധിപനായ സൂര്യഭഗവാനെ, അങ്ങയുടെ തേജസ് എൻ്റെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകണേ, എനിക്ക് എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തേജസ് ലഭ്യമാകണേ എന്നാണ് സൂര്യഗായത്രി. ഇതിൻ്റെ അർത്ഥം അറിയില്ല. ഈ മുന്നിലിരിക്കുന്ന ആൾക്ക് ഗായത്രി മന്ത്രം ചൊല്ലിക്കൊടുക്കുമ്പോൾ ചാൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ആ വാക്കുകൾ മാത്രം അറിയും, അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് അറിയും. പക്ഷെ ഇതൊക്കെ ബലപ്രാപ്തിയിൽ വരണമെങ്കിൽ എന്തിനു വേണ്ടിയാണോ നാം ആ ചാൻറ്റ് ചെയ്യുന്നത്, അത് ചാൻറ്റ് ചെയ്യുന്ന ആൾക്കും ആ ബോധതലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ആൾക്കും ആ ബോധതലത്തിലുണ്ടായിരിക്കണം. അവിടെ മന്ത്രത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യമില്ല, മന്ത്രത്തിൻ്റെ ഫ്രീക്വൻസിക്ക് പ്രാധാന്യമില്ല, സൗണ്ട് വേവ്സിന് പ്രാധാന്യമില്ല. ശക്തി എന്തിനു വേണ്ടിയാണോ അത് മന്ത്രിക്കുന്നത്, ചാൻറ്റ് ചെയ്യുന്നത്, അത് പ്രകടമായി അതിൽ ഉത്കൃഷ്ടമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിനോ, അല്ലെങ്കിൽ തിന്മകൾ ഒഴിവാക്കപ്പെടുന്നതിനോ ഉള്ള ഒരു ബോധതലത്തിലായിരിക്കണം രണ്ടുപേരും. സംശയം തോന്നണ്ട. അതായത് വെറുതെ ഒരു മന്ത്രം ചാൻറ്റ് ചെയ്തതുകൊണ്ട് ഫലമുണ്ടാവില്ല. നാം എന്തിനു വേണ്ടിയാണോ വെറുതെ ഒരു മന്ത്രം കാണാപ്പാഠം പഠിച്ച് അതിങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഒരു അർത്ഥവ്യാപ്തി ഇല്ലെങ്കിൽ, അതിനൊരു അർത്ഥതലമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ബോധതലത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിന് ഒരു ഗുണവശം ഉണ്ടാകുന്നില്ല. നാം ഏതെങ്കിലും ഗുരുക്കന്മാരിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുമ്പോൾ പൊതുവെ ആ മന്ത്രദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് ഗുരു അതിൻ്റെ അർത്ഥം അറിഞ്ഞു തന്നെയായിരിക്കും പറഞ്ഞു തരിക. അത് ചാൻറ്റ് ചെയ്യുമ്പോൾ ആ എനർജിയായിട്ട് കണക്ട് ചെയ്ത് അത് ഗുണത്തിലേക്ക് കടന്നു വരുന്നു. ഇത് സ്വീകരിച്ച ആൾ എന്തിനു വേണ്ടിയാണോ ഒരു മന്ത്രം സ്വീകരിച്ചത് അതിനെക്കുറിച്ച് ആ ബോധതലത്തിലേക്ക് കൊണ്ടുവരാതെ ആ മന്ത്രം കൊണ്ട് പ്രത്യക്ഷമായി ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് അത് ചാൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ തടസ്സങ്ങളും, എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളും, കഷ്ടപ്പാടുകളും, ബുദ്ധിമുട്ടുകളും, രോഗങ്ങളും മാറി എന്നെ ഉത്കൃഷ്ടമായ ഒരു തലത്തിലേക്ക് ഉയർത്താനാണ് ഞാനിത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധതലമുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായി പ്രകടമാവുകയും അത് സത്യമായി തീരുകയും ചെയ്യുന്നു. മറിച്ച് അതിനൊരു അർത്ഥമില്ലെങ്കിൽ, അതിനൊരു ഉദ്ദേശമില്ലെങ്കിൽ
അതിനൊരു ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ, അത് ഫോക്കസ്ഡ് അല്ലെങ്കിൽ, അത് അവ്യക്തമാണെങ്കിൽ അത് ഗുണപരമല്ലാതെ മാറും. അതുകൊണ്ട് നാം പാട്ട് പാടുമ്പോൾ, അതിൻ്റെ അർത്ഥമറിഞ്ഞ് പാടുമ്പോൾ അതിലുണ്ടാകുന്ന അലിഞ്ഞു ചേരൽ അതിനെ, ആ സംഗീതത്തിനെ കൂടുതൽ ശക്തമാക്കുന്നത് പോലെ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ അർത്ഥമറിഞ്ഞ് അത് ചൊല്ലുമ്പോൾ, അത് പാടുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യക്ഷമായ അനുഭവം പോലെ തന്നെ മന്ത്രത്തിലും ഒരു വ്യക്തമായ ബോധം അതിലുണ്ടെങ്കിൽ, ആ ബോധതലത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് റിപ്പീറ്റഡ്ലി അത് ചാൻറ്റ് ചെയ്യുമ്പോൾ, സെർട്ടനിറ്റിയോടുകൂടി അത് ചെയ്യുമ്പോൾ എന്താണോ അതിൻ്റെ ഉദ്ദേശം അത് സാധ്യമാകുന്നു, സുസാധ്യമാകുന്നു. ഇത് ഇന്ന് പറയാൻ കാരണം, എന്നോട് യൂട്യൂബ് വീഡിയോ കണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. മന്ത്രം ചാൻറ്റ് ചെയ്യുന്നത് അർത്ഥമറിഞ്ഞിട്ടായിരിക്കണോ? അതിന് പ്രത്യേകിച്ച് ആ ഉദ്ദേശം അറിഞ്ഞിട്ടായിരിക്കണോ? ഉദ്ദേശമുണ്ടായിരിക്കണം. അത് നമ്മുടെ ചിന്തകളിലുണ്ടായിരിക്കണം. അർത്ഥമറിയില്ലെങ്കിലും അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന ബോധതലത്തിലിരുന്നു കൊണ്ട് ചാൻറ്റ് ചെയ്യുന്ന ആളായാലും ചാൻറ്റ് സ്വീകരിക്കുന്ന ആളായാലും അതിൻ്റെ അർത്ഥതലത്തിൽ അത് എന്ത് ആവശ്യത്തിനാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ അത് വെറുതെ ശബ്ദബീജികളായി മാത്രം നിലനിൽക്കുന്നു. താങ്ക് യു. നമസ്തേ.